ഇതേപോലുള്ള അനവധി റുക്കിയ നടത്തുന്ന റാക്കിമാരെ ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ നേതാക്കന്മാരെ പണ്ഡിതന്മാരും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്ത് റാക്കിമാരാക്കി നടത്തിയിരുന്ന റുക്കിയ ഷറയെ ഇതുപോലെ പരിശോധിച്ചു. അപ്പോഴാണ് സഹോദരങ്ങളെ ഇതില് ഒരുപാട് അബദ്ധങ്ങൾ, വിദഅത്തും ശിർക്കും കുഫറും ബാത്തിലും ഒക്കെ ഈ റുക്കിയ ഷറയുടെ കൂടെ ഇവർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടത്. എനിക്ക് മാത്രമല്ല, പല ആളുകളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞോണമെന്നില്ല, ഞാനത് വിളിച്ചു പറഞ്ഞു. എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി. അപ്പോഴാണ് എനിക്ക് നേരെ ശക്തമായ ആരോപണവുമായി വന്നത്. ഇതാണ് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ആള്. തൊപ്പിൻ തലയെക്കെട്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ ഉസ്താദാണെന്നും വിചാരിക്കരുത്. ഇത് വിസ്ഡം വിഭാഗത്തിൻ്റെ മന്ത്രവാദിയാണ്. വിസ്ഡം വിഭാഗത്തിൻ്റെ മന്ത്രവാദി ആയിരുന്നു. അതാണിപ്പോൾ അയാൾ പറഞ്ഞത്, ഞങ്ങളെ റുക്കിയ ഷറയ്യ പഠിപ്പിച്ച് പ്രൊമോട്ട് ചെയ്ത് വളർത്തിയെന്ന്. വിസ്ഡം വിഭാഗം ആണ് ഇവരെ സംരക്ഷിച്ചു പോന്നിരുന്നത്, ഔദ്യോഗിക മന്ത്രവാദികളായിട്ട് നിയോഗിച്ചിരുന്നത്. കാരണം ജിന്നിൻ്റെ ഒരു കൂടാരാണല്ലോ വിസ്ഡം. അപ്പോൾ ജിന്നുകൊണ്ട് തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വിസ്ഡത്തിലുള്ളത്. അതുകൊണ്ട് ഇവർക്ക് മന്ത്രവാദികൾ അനിവാര്യമാണ്. ആ നിലക്ക് മന്ത്രവാദിയാക്കിയതാണ്. പക്ഷേ ഇയാളുടെ മന്ത്രവാദം അങ്ങ് പിടുത്തം വിട്ടപ്പോൾ, പരിധി കടന്നപ്പോൾ വിസ്ഡം ഇയാളെ പുറത്താക്കിയപ്പോൾ ഇയാൾ നേരെ KNM-ലേക്ക് കാല് മാറി. അപ്പോൾ അയാൾ ഇനി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ വിസ്ഡംകാർ ഇയാളെ കൊണ്ട് ചെയ്ത മന്ത്രവാദങ്ങളും ജിന്നുമ്മയെ മാത്രമല്ല ജിന്നുമ്മമാരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്ത മന്ത്രവാദങ്ങളും ശൈത്താനിളക്കലും അടിച്ചറക്കലും ഊതിപ്പറപ്പിക്കലൊക്കെയാണ് ഇയാൾ പറയാൻ പോകുന്നത്. അതും ചില്ലറക്കാരെ വീട്ടിലല്ല, സുന്നികളിൽ നിന്ന് ഇന്നലെയോ മിഞ്ഞാന്നോ വിസ്ഡത്തിലേക്ക് എത്തിയ ആളുകളല്ല, വിസ്ഡത്തിൻ്റെ ഉന്നത നേതാക്കന്മാർ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ ഇയാൾ ജിന്നിനെ ഊതിപ്പറത്തിയതും അടിച്ചറക്കിയതും ജിന്നുമ്മമാർ ഹാലിളകിയതുമൊക്കെയുള്ള കഥകളാണ് പറയാൻ പോകുന്നത്. ഒന്ന് കേട്ട് നോക്കാം. മുജാഹിദ് ബാലുശ്ശേരിയും ഹാരിസ് കായക്കുടിയും TK അഷ്റഫും അങ്ങനെ എക്സെട്ര, ഞാൻ അവിടെ 3-4 പേര് പറഞ്ഞു, ഇനിയും പറയാനുള്ള പേരുണ്ട്. ഇവരൊക്കെ ഞങ്ങളെ പോലെയുള്ള റാക്കിമാരെ വീടുകളിൽ വിളിച്ചു വരുത്തി അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്കും ഫാമിലികൾക്കും ഒക്കെ റുക്കിയ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള റുക്കിയ ഒരാൾ വന്ന് ചെയ്തു കൊടുക്കാൻ തന്നെ സുന്നത്തിന് വിരുദ്ധമായി. അതിനുവേണ്ടി പ്രത്യേക ഒരാള് വിളിച്ചു വരുത്തി അയാൾക്ക് ഫീസ് കൊടുത്ത് ചെയ്യാൻ സുന്നത്തിന് വിരുദ്ധമാണ്, സ്ഥിരപ്പെട്ടു പോയല്ല. അതിന്റെ പുറമെ ഹാജരാകുന്ന ഈ ഷെയ്ത്താനോട് സിഹർ ചോദിക്കുക, അടിച്ചറക്കുക, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സിഹറിന്റെ പൊടി കൊടുക്കുക, ഛർദിപ്പിക്കുക, എന്നിട്ട് ഇറങ്ങിപ്പോകാൻ പറയുക, ഇസ്ലാം സ്വീകരിപ്പിക്കുക, ഇങ്ങനത്തെ പല പ്രവർത്തനങ്ങളും പ്രതിവിധികളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതെങ്കിലും ഇന്നലെ സുന്നീസത്തിന് വിശ്വമിലേക്ക് വന്ന അറിയാത്ത പ്രശ്നക്കാരനല്ല. മെമ്പർമാർ കുത്തുബ പറയുന്ന ഇവരെ സ്റ്റേറ്റ് നേതാക്കന്മാരായ കിതാബ് പഠിച്ച ഇവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാനും അതുപോലെ വാക്യമാരും ചെയ്തത്. അത് ഞാൻ 3 ദിവസം നമ്മളെ എന്താ പറയാ, നമ്മുടെ ഹാരിസ് കായക്കൊടിയിലെ കെയർ ഓഫിൽ തന്നെ, അവന്റെ കെയർ ഓഫിൽ തന്നെ ഒരു വീട്ടില് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. 3 ദിവസം ഞാൻ റുക്കിയ ചെയ്തിട്ടുണ്ട്. 3 ദിവസം ആ വീട്ടില് ഞാൻ റുക്കിയ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനത് കഴിഞ്ഞ് പോയതിനു ശേഷം പിന്നീട് അവർ ഇത്ത വന്നു. ഞാൻ റുക്കിയ ചെയ്ത സമയത്ത് തന്നെ ആ ഫാമിലിയിൽപ്പെട്ട ആ കുട്ടിയുടെ ശരീരത്തിൽ ജിന്ന് എന്ന് പറയുന്നപ്പോ, ഇന്ന് നമ്മളത് ജിന്നാണ് അന്ന് വിശ്വസിക്കാണ്ട് എന്ത് ചെയ്തു, അതിനോട് സംസാരിക്കുന്ന ഇടപാടൊക്കെ. ഇപ്പൊ ഫൈസൽ മുസ്ലിയാർ പരപ്പനങ്ങാടി പറഞ്ഞല്ലോ, അത് ആളുകളായാലും തന്നെ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ശബ്ദം കൊണ്ടോ ചില ചലനം കൊണ്ടോ വന്നാൽ പോലും അത് ജിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഈ ഇളകിയതും അതൊക്കെ ശൈത്താനാണ്, ജിന്നാന്ന് വിചാരിച്ച് അതിനോട് ഇറങ്ങി പോകാൻ ഇസ്ലാം സ്വീകരിക്കലും എന്നാ കയറിയതെന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവർ കണ്ട് മനസ്സിലാക്കാം. വൈകുന്നേരം ആഴ്ചയായിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ എന്തൊക്കെ വേറെ എന്താ അവസ്ഥ പ്രായത്തല്ലേ അത് ചോദിക്കുമ്പോ ഇത് ഒരുപാട് നമ്മളൊക്കെ നിൽക്കും കാണും. എന്നിട്ട് ഒന്നും ഇത് തെറ്റാണ്, സുന്നത്തിന് വിരുദ്ധാണ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനും പിന്നെ ഗൾഫിലേക്ക് പോയി. അപ്പൊ വീണ്ടും ഈ പ്രശ്നം ബാക്കി കൂടി കൈകാര്യം ചെയ്യാൻ ഇവര് ഈ വിസ്ഡം വിഭാഗത്തില് ഇവരുടെ നേതാക്കന്മാരുടെ, ഇവരുടെ പണ്ഡിതന്മാരുടെ, ഇവരുടെ പ്രവർത്തകരുടെ വീടുകളിലൊക്കെ എന്നെ പോലെ തന്നെ ഫാമിലി സഹിതം പോയിട്ടും അല്ലാതെയും ഒക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു മുഖ്യത്തായ പെൺകുട്ടി, ആ പെണ്ണുണ്ടായിരുന്നു. ആ ഇത്തയെ ഈ ഹാരിസ് കായക്കൊടി തന്നെ വിളിച്ചു വരുത്തി. എങ്ങനെ ഹാരിസ് കായക്കൊടി നമ്പർ കിട്ടിയത്? ഞങ്ങളെ വിസ്ഡം പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഒക്കേഷനെയും അതിനോടനുബന്ധമായിട്ടുള്ള ഡിസ്കഷനും വേണ്ടിയിട്ട് ഒരു റാക്കിമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. റാക്കിമാർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വരെ, മന്ത്രവാദികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടായിരുന്നു. മുജാഹിദ് ഗ്രൂപ്പിലാണ് ഇത് പറയുന്നത്. വല്ലാത്ത ജാതി. അപ്പൊ ഈ റാക്കിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്പർ വാങ്ങിയിട്ട് ഈ ഇക്കാലം വിളിച്ചു. കാരണം പെണ്ണാണല്ലോ,
അപ്പൊ ലേഡീസ് ആകുമ്പോ ഇത് സാഹിത്യരംഗാടി ആകുമ്പോൾ നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്. അത് കഴിഞ്ഞിട്ട് ആ ഫാമിലിക്ക് നല്ലത് ഇത്തേന്ന് വിചാരിച്ചിട്ട് ആ ഇത്തേയും അവരുടെ ഭർത്താവിനെയും അവരുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് മൊത്തത്തിൽ അവർ വന്നു. കാരണം അവർക്ക് ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല, എന്നാ ഫാമിലി മൊത്തം പോരുന്നു. അങ്ങനെ അവർ വന്ന് മുജാഹിദ് ബാലുശ്ശേരിന്റെ വീടിന്റെ മുകൾ ഭാഗം അവർക്ക് വേണ്ടി ഷാറാക്കി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് അതിന് താഴ്ഭാഗത്താണ് ഈ റുക്കിയ നടക്കുന്നത്, ഈ ചികിത്സ നടക്കുന്നത്, ഈ ജിന്നടക്കൽ നടക്കുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഊതി പിടിച്ച് അത് പ്രഷർ ഇളകി ഹാജറായി എന്താ ചെയ്താൽ സിബിർ എന്ന് പറയുന്ന ഒരു പൊടി കൊടുത്തു. അങ്ങനെ ഈ പൊടി കൊടുത്തപ്പോ സിബിർ ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഛർദ്ദിക്കുന്ന കൂട്ടത്തിൽ ഡിപ്രഷനായി മുടിയൊക്കെ വലിച്ച് ആകെപ്പാടെ അസ്വസ്ഥമായ ഒരു അവസ്ഥ, ഭയാനകരമായ ഒരു സീൻ അവിടെ ഉണ്ടായി. ഇത് മുജാഹിദ് ബാലുശ്ശേരിക്ക് അറിയാം, ഇത് ഹാരിസ് കായ്പടിക്ക് അറിയാം. അവസാനം അവിടെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് അൽഹംദുലില്ലാഹ് പെൺകുട്ടികൾ ആർക്കായി കുഴപ്പങ്ങളൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ചികിത്സ രീതി ഇവർ കണ്ടതാണ്. അതിന് ഷെയ്ത്താൻ ഹാജറായ റംല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഹാജറായത് റംല എന്നൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറോട് സംസാരിക്കലും പിടിക്കലും കണ്ടിട്ട് ഇവർ ഈ ഹാരിസ് കായ്പടിക്ക് അത്ഭുതത്തിൽ നിൽക്കണം, ഭയങ്കര അത്ഭുതം. ഖുർആന്റെ മൊയ്സത്തിലേക്ക് കാണുന്നത് ഞങ്ങളെപ്പോലത്തെ റാക്കിമാരെ പറ്റി ഇവരെന്നെ പറയുന്നത് കൂടുതൽ മതവിദ്യാഭ്യാസമല്ല, എന്നെ പറ്റി പറയും ഖുറാഫികൾ പറഞ്ഞ പോലെ ഇപ്പൊ പറയാണ് അവൻ പോട്ടറാണ്. ഇത് സാധാരണ ഇട്ടാണ്. എന്നാൽ ഈ ഹർക്കത്തൊക്കെ ഇട്ട് കിതാബ് വായിക്കാനാണ് ഈ ഹാരിസ് കായ്പടിയും ഈ ബാലുശ്ശേരിയൊക്കെ ഇത്തരത്തിൽ റുക്കി അവിടെ നടക്കുന്നതും അവർ അധ്യക്ഷതയിൽ നടന്നിട്ട് പോലും ഇത് തെറ്റാണ്, ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് ഒരു അറഫ് പറഞ്ഞുകൊണ്ടില്ലേ ഇല്ല, പറഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ അവസാനം മുജാഹിദ് ബാലുശ്ശേരി ഹോസ്പിറ്റലിൽ പോയി ബന്ധപ്പെട്ട് അവരോട് ആശ്വസിപ്പിച്ചു, പ്രശ്നമാക്കണ്ട, അത് ഇങ്ങനെ തന്നെയാണ്, ഷെയ്ത്താൻ ഹാജറാവുമ്പോ സിഹർ ഛർദ്ദിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് പുതിയതായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ നോർമലാക്കി ഷോൾവാക്കി. എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുമായി ഈ ലേഡി ഈ പറഞ്ഞ ലേഡി സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ബാലുശ്ശേരി നിങ്ങളുടെ വീടിന്റെ ഉള്ളില് ഒരു തിളങ്ങുന്ന വസ്തു ഉണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ വല്ല വീട്ടിൽ തറയിട്ട സമയത്ത് വെച്ചിരുന്നു ചോദിച്ചു. അത് ഞാൻ അങ്ങനൊന്നും വെച്ചിട്ടില്ല എന്ന്. ഇനി ആശാരിമാരാണ് ഇതൊക്കെ വെച്ചിരുന്നത്, അവരവരെ വിശ്വാസപ്രകാരം എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്നാൽ അവർ പറഞ്ഞു ആ കൃഷിയിലൂടെ ആ സിഹർ കണ്ടു, അത് ഈ ട്രീറ്റ്മെന്റ് ഞാൻ ബാത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലുശ്ശേരി പറഞ്ഞത് സത്യത്തിൽ സാമ്പത്തിക പ്രയാസം കൊണ്ടാണ് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി നിന്നിരുന്നത്, അപ്പൊ ഇതിന് സിഹർ ഉണ്ടായിരുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വിഷയം. ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണ്. ഇതിന് മുജാഹിദ് ബാലുശ്ശേരി എന്റെ കരത്തടിച്ചു പൊട്ടിക്കാൻ നീ പുത്തനത്താഴിയിലേക്ക് വരൂ എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ പുത്തനത്താഴിയിലേക്ക് ഇപ്പൊ വിളിച്ചാൽ ഞാൻ വരൂല. എന്താ കാരണം അറിയോ? എന്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടല്ല. ഈ തെളിവുള്ളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ സംസാരങ്ങൾ നടത്തുമ്പോൾ പോലും നിങ്ങൾ വിളിച്ചു വരുത്തിയ ആ ബീബിത്താത്ത എന്ന് പറയുന്ന ആ ജിന്നറക്കാമെന്ന ഇത്തയുടെ ഹസ്ബൻഡ് പോലും നിങ്ങൾക്ക് അയച്ചു തരാൻ എനിക്കൊരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരല്പം മാന്യതയുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ തെറിപ്പിക്കും നിങ്ങളുടെ അശ്ലീല സംസാരങ്ങൾക്കും അസഭ്യ വർഷങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നത്. എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഞാനുമായി നടത്തിയ ആ ആശയ സംഘടനത്തിൽ നിങ്ങൾ പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ ആ ഭർത്താവ് കേട്ടിട്ട് പറഞ്ഞ വാക്കെന്തായാലും ഓന്റെ മനുഷ്യ ഇത്രത്തോളം മോശപ്പെട്ട മനുഷ്യനാണ് ഇയാള്. ഈ ഒരു സത്യം എന്തായാക്കൊന്ന് അംഗീകരിച്ചാൽ എന്താ ഉരുണ്ടും മറിയാണ് പൊന്നാര ബാലുശ്ശേരി നിങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു അസ്വസ്ഥനായിട്ട് അവിടെ വരില്ല. നിങ്ങൾ പുത്തനത്താണിയിലേക്ക് ഇപ്പൊ വിളിച്ചാൽ ഞാൻ വരില്ല. കാരണം എന്തായാലും ഞാൻ പേരെടുത്ത് പറഞ്ഞ കുറെ ആളുകളുണ്ട്. നിങ്ങളെ വലിയ നേതാവായ ടി കെ അഷ്റഫിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ക് ഫ്ലോ ആയ നിങ്ങളുടെ വിസ്ഡമിന്റെ നേതാവിന്റെ വീട്ടിൽ ഫാമിലിക്ക് ഈ ഇത്ത വന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗൂഡല്ലൂർ മുനിയറ ജാതിയുടെ ഇതുപോലെയുള്ള അവൻ വിളിച്ചു വരുത്തിയ ഫാമിലിക്ക് എന്നെ മാറ്റി നിർത്തിയതിനു ശേഷം ഞാൻ പോയിട്ടുണ്ട്. എന്നെ നിങ്ങൾ മാറ്റി നിർത്തിയതിനു ശേഷം, കാരണം നിങ്ങൾ എന്നെ മാറ്റി നിർത്തിയപ്പോൾ ഉള്ളിലൂടെ നമ്മൾ തമ്മിലെ ഡീലിംഗ് എന്താ സാധ്യത പബ്ലിക്കിൽ വന്നാൽ റുക്കിയ ചെയ്യുമ്പോൾ പ്രശ്നമായാൽ എന്താവും? അനസും കായപ്പൊടിയും മടവൂരി ഭാഗമൊക്കെ ഇപ്പോഴും. അതുകൊണ്ട് സാധ്യത രഹസ്യമായിട്ട് എന്ത് ചെയ്യാം, റുക്കിയ ചെയ്തോ ഒരു രാജിക്കത്ത് മാത്രം തന്നാൽ മതി. ഞാൻ പൈസ പറഞ്ഞത് കേട്ടോ, രാജിക്കത്ത് മാത്രം തന്നാൽ മതി. രഹസ്യമായിട്ട് എന്ത് ചെയ്തോളൂ, നിങ്ങൾ റുക്കിയുമായി മുന്നോട്ട് പോയിക്കോളൂ, ക്ലാസ്സിലും പുത്തുവക്കും വന്നോളൂ. പോസ്റ്റ് അടിച്ചുകൊണ്ടുള്ള പരിപാടിയിലേക്ക് വരില്ല. അപ്പൊ എന്തായി, പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും. എന്നിട്ട് എന്നോട് ഉദാഹരണം പറഞ്ഞു, സുഹൈബ് ചുങ്കത്രയെ ഞങ്ങൾ ഇതുപോലെയാണ് കൈകാര്യം ചെയ്തത്. എന്താ കൈകാര്യം ചെയ്തത്? സുഹൈബ് ചുങ്കത്രയുമായി ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂസ് ഉണ്ടായപ്പോ പബ്ലിക്കിൽ വരാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹത്തെ രാജിക്കത്ത് വാങ്ങിയിട്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി.
കേരള ജമിയത്തുൽമയെ ഹൈജാക്ക് ചെയ്ത കോക്കസ് ജമിയത്തുൽമയെ റബ്ബർ സ്റ്റാമ്പായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ഇവരാണ് ഇതിനകത്ത് സർക്കുലറും തീരുമാനമൊന്നുമില്ല, ഇവരെന്നെ അടിച്ചേൽപ്പിച്ച തീരുമാനം. ഇവരെക്കാൾ വലിയ റബ്ബർ സ്റ്റാമ്പുകൾ ആരാണ്? അല്ലെ? അപ്പൊ ഈ TK ഹാരിസ് കായക്കൊടിയൊക്കെ രംഗത്ത് വരട്ടെ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണല്ലോ, സ്കൂൾ മാഷാണല്ലോ. എന്താ ഈ നേരമായിട്ടും ബാലുശ്ശേരി തൊണ്ടകീർ പ്രസ് കരത്തടിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വോയിസ് എന്താ ഹാരിസ് കായക്കൊടി വിടാത്തേ? ഹാരിസ് കായക്കൊടി നിങ്ങളെ പോലെ തെറി അഭിഷേകം പറയുന്നവരല്ല, അവൻ മാന്യനാണ്. നിങ്ങൾ തമ്മിൽ തെറ്റിയാൽ നിങ്ങളുടെ സംസ്കാരം എന്താന്നുള്ളത് മാലോകർക്ക് അറിയാം. അത് ABCDക്ക് വരെ മനസ്സിലാവും. അതുകൊണ്ട് സഹോദര ബാലുശ്ശേരി, നിങ്ങൾ ഈ ഗീർവാണം വഹിക്കാൻ ഞാൻ ഇപ്പൊ വരില്ല. ഞാൻ മീഡിയ 1 ചാനലുമായി, 24 hours ചാനലുമായി, അതുപോലെ പ്രാദേശിക ചാനലുമായി ഈ വിഷയത്തിൽ കൃത്യമായ ഡിസ്കഷൻ നടത്തിയിട്ട് TK അഷ്റഫ്, PN, പറപ്പൂര്, അതുപോലെ തന്നെ ഹാരിസ് ബിൻ സലീം, ഹാരിസ് കായക്കൊടി, അതുപോലെ തുടങ്ങി മുനീർ നജാത്തി, മുനീർ സലഫി, ഉണ്ണിയാല്, അതേപോലെ തന്നെ ഉജാൽ ബാലുശ്ശേരി, ഇങ്ങനെ എല്ലാവരും പുത്തനത്താണ് ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ബാലുശ്ശേരിയുടെ ആ വീടിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ അത് എടുത്തത് ആള് ഹാരിസ് കായക്കൊടിയാണോ? അല്ലാതെ ലക്ഷദ്വീപിക്കൊന്നല്ല വിറ്റത്, നാദാപുരത്തും ലക്ഷദ്വീപിലും കർണാടകയ്ക്കൊന്നല്ല വിറ്റത്. മുജാദ് ബാലുശ്ശേരി ആ വീട് കൈമാറിയത് ഹാരിസ് കായക്കൊടിക്കാണ്. അപ്പൊ ആ വീട്ടില് അതിന്റെ മുറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും വിളിച്ചെത്തി മീഡിയകളുടെ മുമ്പിൽ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുജാദ് ബാലുശ്ശേരി ഇന്നലെ എനിക്ക് 50 മിനിറ്റ് സംസാരിച്ചു. രാത്രി 50 മിനിറ്റ് സംസാരിച്ചിട്ടുള്ള വാടാ പുത്തനത്താണിലേക്ക് ഞാൻ പറഞ്ഞു, മുജാഹിദുകളുടെ മുമ്പിലേക്ക് വരണം. ഞാൻ ചോദിച്ചു ഏത് മുജാഹിദ്? വിശുദ്ധ മുജാഹിദുകളുടെ മുമ്പിലേക്ക് വരണം. ഞാൻ പറഞ്ഞു പൊന്നാരന്റെ ഹബീബി, വിശുദ്ധ മുജാഹിദുകളുടെ മുമ്പിലേക്ക് വന്നിട്ട് എന്ത് കാര്യം? PN അബ്ദുൽ ലത്തീഫ് മദനി, ഹുസൈൻ സലഫി പറപ്പൂരിരിക്കുന്ന സദസ്സിലെ സ്പീച്ച് ചാനൽ നിന്നിട്ടാണ് സൂറത്തുൽ അൻആമിലെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇബ്നു അബ്ബാസ് പേര് പച്ച കളവ് പറഞ്ഞ മനുഷ്യന് അവിടെ വെച്ച് ഞാൻ ആ ആയത്ത് വസീലത്ത് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ് അഹിൽ കുഫാറിന്റെ ആൾക്കാരെ അഹിൽ തൗഹീദാക്കിയിട്ട് അവതരിപ്പിച്ച് അത് കേട്ട് തലകുലിക്ക് നിന്ന നേതാക്കന്മാരും സ്റ്റേജ് പിന്നെ അണികളും ഉള്ളത്. ഇവരെ മുന്നിൽ ഞാൻ വന്നിട്ട് എന്ത് കാര്യമായാലും ശരി. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്റ്റേഷനിലേക്ക് പിടിപ്പിക്കൂ, പോലീസിന് മുമ്പിൽ എന്നെ കൊണ്ടുപോകൂ, നിയമത്തിന് മുമ്പിൽ എന്നെ വിളിച്ചു വരുത്തൂ എന്ന് ഞാൻ ആ വീഡിയോയിൽ ആവർത്തിച്ചു പറയുന്നു ഫോൺ കൊണ്ട്. അന്ന് മൂപ്പര് കേൾക്കില്ല. മൂപ്പരതായ തനതായ ചില ആ രോഷത്തിലും തൈലിയിലും ആയത്തൊക്കെ ചേർത്ത് നിന്റെ പരലോകം പാത്തിലായി മോനെ, നീ 2 ലോകം നഷ്ടപ്പെടുത്തി മോനെ എന്നൊക്കെ കുറെ പറയും. പിന്നെ അതേ മോനെ തന്നെ കണ്ടാമറമേ, തെണ്ടി, കൈവേറി, നീ മോശമാണ്, എന്തൊരു ചർച്ചയാണ് നീ, നിന്നെ പറഞ്ഞില്ലേ മുനാഫിക്കുണ്ടോ, ഇതൊക്കെ മൂപ്പര് പറയും ചെയ്യും. ഒക്കെ പറഞ്ഞു. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത് പറഞ്ഞു, പുത്തൻകാണിക്കല്ല സ്റ്റേഷനിലേക്ക് പോവാ, നിന്നെ ഭ്രാന്താശുപത്രിക്കാ കൊണ്ടേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ തന്നെ പറഞ്ഞു. നിന്നെ മൂച്ചിപ്പിരാൻ കണക്ക് ഭ്രാന്താശുപത്രിക്കാണ്. ഇന്നലെ ലാസ്റ്റ് എന്നോട് പറഞ്ഞാലോ, നീ ഒരു കാര്യം ചെയ്യാ, എന്താ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്തോ സാജിദേ, നീ കാര്യമായിട്ട് റുഖ്യ ചെയ്തോ, കാരണം നിനക്ക് കാര്യമായിട്ട് തകരാറുണ്ട്. ഞാൻ ബാലുശ്ശേരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സിഹിറുണ്ട്, അതേപോലെ പൈശാചിക ഷെറുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. കാരണം ഇവരെ കൂട്ടം നിൽക്കുമ്പോ അങ്ങനെയാണല്ലോ, തുമ്മിയ ചിന്ന്, ജലദോഷത്തായ ചിന്ന്, ഊരവേദനകളായ ചിന്ന്. അപ്പൊ നമ്മൾ ഈ റുഖ്യത്തുള്ള ഹാക്കിമാർക്കും അങ്ങനെ തന്നെ ഇയാൾക്ക് കുറെ അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞു, അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വോയിസ് വിട്ടു, ഇയാൾ ബാലുശ്ശേരി നിങ്ങളൊന്ന് വരികയാണെങ്കിൽ നമുക്കിവിടെ നിങ്ങളുടെ കീഴിൽ തന്നെ നിങ്ങളുടെ ഫണ്ടും കൂടി ഉൾപ്പെടുത്തിയ ഒരു പള്ളിയാണുള്ളത്. ആ പള്ളിയിലാണ് റുഖ്യ സെന്റർ ഉള്ളത് അല്ലേ? പുറത്താക്കിന്റെ ശേഷം ഇവർക്ക് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല, അന്ന ബന്ധ എല്ലാ ബന്ധമുണ്ട്. നിങ്ങൾ വരി കാണിച്ചരാ. അപ്പോ ആ പള്ളിയിൽ വന്ന് നമുക്ക് റുഖ്യ ചെയ്യാം. സാജിദേ, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അതൊന്ന് നീക്കട്ടെ, എന്നിട്ട് വരാ എന്ന് എന്നോട് ഇൻഷാ അല്ലാഹ് പറഞ്ഞ വ്യക്തി ബാലുശ്ശേരി. ആ ബാലുശ്ശേരി ഹാരിസ് കായക്കൊടിന്റെ ഗറഫിലാണ്. ആ ബാലുശ്ശേരിയുടെ ആ വീട്ടില് ഞാൻ 3 ദിവസം റുഖ്യ നടത്തിയത്, ജിന്നർ ബാധ, സിഹർ ബാധ ഇറക്കൽ നടത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഇത്തയും അവരുടെ ഭർത്താവും മക്കളും മുകളിൽ ഫാമിലിക്ക് സൗകര്യം കൊടുത്തിട്ട് ഈ പറഞ്ഞ പിറ്റേന്ന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായി, പ്രശ്നമുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് പോയി. പിന്നീട് മാഷാ അല്ലാഹ് ക്ലിയർ ആയി. പിന്നെ ആ വീടിന് തന്നെ, ഈ പറഞ്ഞ മുജാദ് ബാലുശ്ശേരിയുടെ ഈ വീടിന് തന്നെ പിന്നെയും പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഹാരിസ് കായക്കൊടി പല തവണയായിട്ട് കുറച്ച് മുമ്പ് ഇതുപോലെ ഇത്തയെ റുഖ്യ ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, റുഖ്യ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്തയോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാലുശ്ശേരി ആ ഇത്തയെ കറുത്തത്താത്ത, കാക്കച്ചിത്താത്ത, റുഖ്യത്താത്ത, മറ്റേ താത്ത എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയാൽ ഹാരിസ് കായക്കൊടി ഒരറസും ഉണ്ടാൻ ധൈര്യം ഉണ്ടാവില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു TK അഷ്റഫിനോട്, ഞാൻ വെല്ലുവിളിക്കുന്നു PN അബ്ദുൽ ലത്തീഫ് മദനിയോട്, ഞാൻ വെല്ലുവിളിക്കുന്നു ഹാരിസ് കായക്കൊടിയോട്, ഞാൻ വെല്ലുവിളിക്കുന്നു
വിസ്ഡമിലെ പല ആളുകളോടും നിങ്ങൾക്കൊക്കെ ഇനിയും പറയാനുള്ളതുമായി നിങ്ങൾ എന്റെ മുമ്പിൽ വരാൻ ധൈര്യമുണ്ടോ?